കണ്ണൂർ തളിപ്പറമ്പിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ നാശനഷ്ടമാണ്. 10 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് പ്രാഥമിക കണക്ക്. 12 കടകൾ പൂർണ്ണമായും, 30-ലധികം കടകൾ ഭാഗികമായും നശിച്ചിട്ടുണ്ട്. തീ പടർന്നത് സമീപത്തെ ട്രാൻസ്ഫോമറിൽ നിന്നാണോ എന്നാണ് പരിശോധിക്കുക. ഉച്ചയ്ക്ക് 2 മണിക്ക് ഉന്നതതല യോഗം ചേരും. മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നതാണ് വ്യാപാരികളുടെ ആവശ്യം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്ഥലത്തെത്തി. തീപിടുത്തമുണ്ടായപ്പോൾ സംവിധാനങ്ങളുടെ അപര്യാപ്തത ഉണ്ടായി എന്നാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. നമ്മുടെ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും പോരായ്മയുമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. തളിപ്പറമ്പിന്റെ ഹൃദയഭാഗത്ത് നമുക്കറിയാം, ഫയർഫോഴ്സിന്റെ സമീപത്ത്, താലൂക്ക് ഓഫീസിന്റെ സമീപത്ത്, RD ഓഫീസിന്റെ സമീപത്ത്, DYSP ഓഫീസിന്റെ സമീപത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ, നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ പോലും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ കഴിയുന്നില്ല. രാത്രിയാണ് തീ അണച്ചത് എന്നത് കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ അത് വേറൊരു രൂപത്തിൽ പറയുകയല്ല, വേദനയോടെ പറയുകയാണ്. സംവിധാനങ്ങളുടെ അപര്യാപ്തതയും അപാകതയും കാര്യക്ഷമതയുടെ കുറവുമാണ് ഇതിൽ നിന്നെല്ലാം പ്രകടമാകുന്ന കാര്യം. അതൊരു പാഠമായി മനസ്സിലാക്കാനും തിരുത്തലുകൾ വരുത്താനും ഗവൺമെന്റ് തയ്യാറാകണം. അർജുൻ കിലാടുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സംവിധാനങ്ങളുടെ അപര്യാപ്തത എന്നുള്ളതാണ് ഇപ്പോൾ സണ്ണി ജോസഫ് സ്ഥലത്തെത്തിയ ശേഷം പ്രതികരിച്ചിരിക്കുന്നത്. അവിടുത്തെ ഒരു കാഴ്ച എന്താണ്? ഇന്നലെ തീപിടുത്തമുണ്ടായ സമയം മുതൽ അർജുൻ അവിടെ ഉണ്ടല്ലോ. എത്ര നേരമെടുത്താണ് ആ തീപിടുത്തം അണയ്ക്കാനായത്? എങ്ങനെ തീപിടിച്ചു? ട്രാൻസ്ഫോമറിൽ നിന്നാണോ എന്ന് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണോ? ഫയർഫോഴ്സ് എത്താൻ വൈകിയിരുന്നു അർജുൻ? സ്മൃതി, ഇന്നലെ വൈകുന്നേരം 5:15 ഉണ്ടായ തീപിടുത്തം രാത്രി 12 മണിയോടുകൂടിയാണ്, അല്ലെങ്കിൽ അത്രയും വൈകിയാണ് പൂർണ്ണമായും, അല്ലെങ്കിൽ എല്ലാ കടകളിലേക്കും പടർന്ന തീയെ അണക്കാൻ വേണ്ടി കഴിഞ്ഞത്. മണിക്കൂറുകൾ നീണ്ടിട്ടുള്ള പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സും പോലീസും ഒക്കെ ഇത്തരത്തിൽ തീ അണക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് സ്ഥലം സന്ദർശിച്ചിട്ടുള്ള KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ഇങ്ങനെ ഒരു സംവിധാനങ്ങളുടെ അപര്യാപ്തത ഉണ്ടായി എന്ന് പറയാൻ കാരണം, ആ സമയത്ത് തളിപ്പറമ്പ് ഫയർ യൂണിറ്റിൽ നിന്നുള്ള 2 ഫയർഫോഴ്സ് യൂണിറ്റുകളായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവിടത്തേക്ക് എത്തിയിരുന്നത്. പിന്നീട് പയ്യന്നൂരിൽ നിന്നും, പെരിങ്ങോത്ത് നിന്നും, കണ്ണൂരിൽ നിന്നുമുള്ള ഫയർ യൂണിറ്റുകൾ ഇവിടത്തേക്ക് എത്താനുണ്ടായിട്ടുള്ള ഒരു കാലതാമസമാണ് പ്രധാനപ്പെട്ട ഒരു പരാതിയായി ഉയർന്നിരിക്കുന്നത്. ദേശീയപാതയോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വലിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. കാരണം ദേശീയപാത വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റിന് ഇവിടത്തേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രയാസങ്ങൾ നേരിട്ടു എന്നുള്ളത് ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്ഥിരീകരിച്ചതാണ്. ആ താമസമാണ് മറ്റ് കടകളിലേക്ക് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ, കൂടുതൽ യൂണിറ്റുകൾ ഇവിടത്തേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാലതാമസമാണ് വലിയ രീതിയിൽ മറ്റിടങ്ങളിലേക്ക് കൂടി ഇത്തരത്തിൽ തീ വ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം അത്രമാത്രം ഭീകരമായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുള്ള തീപിടുത്തമെന്ന്. പകൽ വെളിച്ചത്തിൽ ഇപ്പോൾ കാണുന്നത് ഇപ്പോഴാണ്. എല്ലാ കടകളിലും പൂർണ്ണമായ രീതിയിൽ തന്നെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന KV കോംപ്ലക്സിൻ്റെ ഉടമ KV അബ്ദുൽ ഖാദർ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും ഈ കോംപ്ലക്സിലുള്ള ഏകദേശം ഒരു 50-60% കടമുറികളിലേക്കെങ്കിലും തീ പടർന്നിട്ടുണ്ട്, കത്തി നശിച്ചിട്ടുണ്ട്. ഇത് ട്രാൻസ്ഫോമറിൽ നിന്നാണ് ആദ്യം തന്നെ ചെരുപ്പ് കടൻ്റെ പുറത്തെ ബോർഡിനാണ് തീ പടർന്ന് പിടിച്ചത്. പിന്നെ മൊത്തം ഫ്ലെക്സ് ബോർഡായതുകൊണ്ട് അതുമൂലമാണ് എല്ലാ കടകളിലേക്കും പകർന്നത്. ഇതിൽ ഏകദേശം ഈ കോംപ്ലക്സ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെതാണ്, KV കുടുംബത്തിൻ്റെ കോംപ്ലക്സ് ആണ്. ഏകദേശം എത്ര കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ധരിപ്പിച്ചത്? അത് കണക്കാക്കണം. അത്രയും ഇന്ന് കണക്കാക്കിയിട്ട് പരാതിയിൽ പറയുന്നത് 50 കോടി രൂപയോളം 50 കോടിയോളം രൂപയോളം ഉണ്ട്. 120ഓളം മൊത്തം കടകളുണ്ട്. അതിൽ 45-50ഓളം കടകൾ ഞാൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അതിൻ്റെ വാടക വാങ്ങുക, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. ഇത് ഒരുപാട് 400ഓളം തൊഴിലാളികൾ ഷാലിമാർ സ്റ്റോറിൽ മാത്രം, ഈ ബിൽഡിങ്ങിൽ 400ഓളം തൊഴിലാളികളുണ്ട്. ഷാലിമാറിൽ മാത്രം ഏകദേശം 26ഓളം കടമുറികൾ പൂർണ്ണമായി കത്തി. ഇതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഇന്ന് ഉച്ചയ്ക്ക് RTO മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ ഞങ്ങളുടെ പരാതികളെല്ലാം ഞങ്ങൾ ബോധിപ്പിക്കും. പിന്നെ ഇത് ഫയർ സർവീസ് വരാനുള്ള കാലതാമസമാണ് ഇത്രയും കൂടുതൽ പടർന്നു പിടിക്കാനുണ്ടായത്. ഇത്ര വെളിപ്പാട് അകലെയായിട്ടും 25-30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സ് ഇവിടെ എത്തിയത്. അതാണ് നേരത്തെ സണ്ണി ജോസഫ് പറഞ്ഞത്. അർജുൻ, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇതിലിപ്പോ ഒന്നിൽ നിന്ന് തുടങ്ങണം. ഇനി ഒന്നും അവശേഷിക്കാതെ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു കെട്ടിടങ്ങളൊക്കെ എന്നുള്ളതാണ്. 120 കടകളുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സംസാരിച്ച വ്യക്തി അദ്ദേഹത്തിന് തന്നെ 45 കടകളുണ്ടെന്നാണ് പറയുന്നത്. എത്ര ജീവനക്കാരുടെ ജീവിത പ്രശ്നമാണ്, ഈ കടയുടമകളുടെ ജീവിത പ്രശ്നമാണ്, കോടികളുടെ നഷ്ടം എന്ന് പറയുമ്പോൾ ഇനി ഇത് ഒന്നിൽ നിന്ന് നിർമ്മാണം തുടങ്ങണം അല്ലേ?
തീർച്ചയായിട്ടും സ്മൃതി, നമുക്ക് ഒറ്റ ദൃശ്യങ്ങൾ, കാരണം ഈ തീ ആദ്യം പടർന്നു പിടിച്ചത് ഇത് ഈ തൊട്ടടുത്തുള്ള കടയാണ്. ആ കടയുടെ ദൃശ്യങ്ങൾ, അതിന് തൊട്ടടുത്തുള്ള കടയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഫൺ സിറ്റി എന്ന് പറയുന്ന ആ കടയുടെ ഉൾവശത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മൾക്കിപ്പോൾ ക്യാമറയിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അതിനകത്ത് ഒരു സാധനം പോലും, അതായത് അതിനകത്ത് ഒരു സാധനം പോലും, ആ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ പോലും തിരിച്ചെടുക്കാനില്ലാത്ത വിധം കത്തി പൂർണ്ണമായും അമർന്ന് താഴേക്ക് പോയിരിക്കുന്ന ഭീകരമായ, ഞെട്ടിപ്പിക്കുന്ന, സങ്കടം തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെയുള്ള 45 കടകൾ ഏകദേശം ഈ മുൻവശത്തുള്ള പൂർണ്ണമായും ഈ മുൻവശത്ത് കാണുന്ന കടകളിൽ പൂർണ്ണമായും തന്നെ ഇങ്ങനെ കത്തി നശിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഇതാണ് സ്ഥിതി എന്നുള്ളതാണ്. കാരണം അവരുടെ വ്യാപാരികളുടെ ഒക്കെ ഒരു ജീവിതകാലത്ത് അവരൊക്കെ പറയുന്നത് ഈ ഓരോ ദിവസവും കച്ചവടം നടത്തി കിട്ടുന്നതിൻ്റെ പണത്തിൻ്റെ ബാക്കി അല്ലെങ്കിൽ അതിൻ്റെ കളക്ഷൻ പോലും എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ തീ വളരെ രീതിയിൽ പടർന്നു പിടിക്കുകയായിരുന്നു, ജീവൻ കയ്യിൽ പിടിച്ച് ഓടുകയായിരുന്നു. ആ സമയത്ത് ഒരു സാധനം പോലും അവരുടെ ജീവിതത്തിൻ്റെ നീക്കിയിരിപ്പെന്ന് കരുതുന്ന ഈ കച്ചവടം നടത്തി കിട്ടിയ പണം പോലും എടുക്കാൻ കഴിയാതെ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് അവരൊക്കെ പറഞ്ഞിരുന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യം തന്നെയാണ് ഈ കടകളുടെ ഉടമകളും തൊഴിലാളികളും ഒരുപോലെ ആശങ്കയിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നും ബാക്കിയില്ലാത്ത രീതിയിൽ തന്നെ പൂർണ്ണമായും കത്തിനശിച്ചതിന്റെ ദൃശ്യങ്ങളാണ്. ഏതായാലും ഉച്ചയ്ക്ക് ഉന്നതതല യോഗമുണ്ട്. അതിന്മേൽ എന്താണ് നഷ്ടപരിഹാരം, എത്രത്തോളം നഷ്ടം എന്നതിന്റെ കണക്കെടുപ്പ്, ഇതൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തമായിരുന്നു അത്. മണിക്കൂറുകളോളം കടകൾ നിന്ന് കത്തുന്ന ദൃശ്യമാണ് ഇന്നലെ കണ്ടത്. 25 മിനിറ്റ് വൈകിയാണ് ഫയർഫോഴ്സ് എത്തിയത് എന്ന കടയുടമയുടെ പ്രതികരണം നമ്മൾ കാണുകയാണ്.